മൂട് പോരാ 2025 പോരാ. ധനനഷ്ടം, മാനഹാനി, അംഗഭംഗം, കൂട്ടത്തല്ല്, പുളിച്ചതെറി, കുതികാൽ വെട്ട്, അങ്ങനെ എത്ര കാര്യങ്ങൾ. എന്റെ പാണിക്കയ്യൂര്. ആരെ കുതികാൽ വെട്ടുന്ന കാര്യം പറയുന്നത്? നിങ്ങൾക്ക് വെച്ചടി കേട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും കേട്ടോ. എല്ലാവർക്കും സമാധാനത്തിന്റെ, ഐശ്വര്യത്തിന്റെ, പുത്തൻ അനുഭൂതികളുടെ അനുഭൂതികളുടെ വർഷമായി തീരട്ടെ പുതുവർഷം കേട്ടോ. 2024 ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടമായിരുന്നു. അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കാനും കാര്യം കാണാൻ ഏതവന്റെ പെട്ടി ചുമക്കാനും മടിയില്ലാത്തവർക്ക് സുന്ദര കാലമായിരുന്നു 2024. അവരെ കാത്തിരിക്കുന്നത് മഹാദുരന്തമായിരിക്കുന്നു. ശശികണ്ണൻ ഇളകിയിട്ടുണ്ട്. അല്ല പിന്നെ അത് തന്നെയാണ് ഞാൻ ശശികണ്ണന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളുടെ ഈ വർഷം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പാണിക്കയ്യൂരുമായി ഞാൻ ഡിസ്കഷൻ ഒക്കെ നടത്തിയായിരുന്നു. ഈ വർഷവും പോക്ക ഗോവിന്ദൻ മോങ്ങൽ തുടങ്ങിയിട്ടുണ്ടെന്നാ പറയുന്നത്. 2024 അവസാനം അങ്ങ് ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം CPM സമ്മേളനങ്ങളിൽ കൂട്ടടി, പുളിച്ചതെറി ഒക്കെയായിരുന്നു. 2025 തുടക്കവും അതിഗംഭീരമാണ്. ശാപത്തോടെയല്ലേ തുടങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ സസ്യണ്ണൻ ഇളകിയാണല്ലോ. അതെ, ഇത്രയും ശാപമൊന്നും മഹാദുരന്തമായിരിക്കും നമുക്കൊക്കെ. ദുരന്തം എന്ന് ഉദ്ദേശിച്ചത് PK ശശി, ദുരന്തം എന്ന് ഉദ്ദേശിച്ചത് മുഖ്യനായിരിക്കും കേട്ടോ. സാധ്യതയൊന്നുമില്ല. പക്ഷെ പുള്ളി പിന്നീട് പറഞ്ഞു പാർട്ടി ഉദ്ദേശിച്ചല്ല ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്. അണ്ണൻ ആദ്യം നല്ല തുടക്കമായിരുന്നു. ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും പിന്നെ അങ്ങോട്ട് ഒരു ഐശ്വര്യപൂർണമായ വർഷമാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കരുത് കേട്ടോ CPM-കാരെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങി. അതെ, മദ്യവും അതിനു മുകളിൽ കഞ്ചാവും അടിച്ചു ഘോര മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പ്രസംഗിക്കുന്നവരുടെ നല്ല കാലം കഴിയുന്നു എന്ന് ആരും ഉദ്ദേശിച്ച് പറയണേ. ഞങ്ങൾ മാത്രമേ ഇവിടെ മദ്യം ഉപയോഗിക്കൂ. കിടന്നവർക്കല്ലേ രാപ്പനി അറിയൂ. പക്ഷെ ഞങ്ങളെല്ലാം ഉദ്ദേശിച്ചത് ഇത് അവരെ തന്നെ മറ്റുള്ള കഞ്ചാവും കൊണ്ട് കയറ്റി AKG ഇല്ല മുടിപ്പിച്ചെന്നാണ് ശശികണ്ണൻ പറഞ്ഞിരിക്കുന്നത്. ഈ ശശികണ്ണന് കലി ഇളകാൻ കാരണം എന്താണ്? അതാണ് ഇവിടെ പ്രസക്തം. ഫണ്ട് തട്ടിപ്പിൽ ശശികണ്ണനെതിരെ പാർട്ടി നടപടിയെടുത്തു. അതാണ് അങ്ങോട്ട് മേടിച്ചില്ല. ഞാൻ കാശ് നക്കും. അത് ചോദിക്കാം, നിങ്ങൾ ആരുവാ? എന്നേക്കാൾ വലിയ കാശ് നക്കുന്ന ആൾക്കാർ ക്ലിഫ് ഹൗസിൽ ഇരിപ്പുണ്ടല്ലോ. അവർക്കെതിരെ നടപടിയൊന്നും ഇല്ലല്ലോ. പിന്നെ എനിക്ക് മാത്രം എന്തിനാണ് നിങ്ങൾ നടപടി ഉണ്ടാക്കുന്നതെന്നാണ് ഒരു ചോദ്യം. ഫണ്ട് തട്ടിയ ചോദിച്ചതിൽ കാര്യം ഇല്ലേടെ. അപ്പൊ ഫണ്ട് തട്ടിയാൽ ഞങ്ങൾ തെറ്റ് ചെയ്താൽ ഞങ്ങൾ നടപടിയെടുക്കും. അത് ഞങ്ങൾ മുഖം നോക്കാതെ നടപടിയെടുക്കും. അത് ഞങ്ങളുടെ ശീലമാണ്. അതിപ്പോ ആരായാലും പാർട്ടിയിലെ പ്രവർത്തകനെന്നോ കുഞ്ഞെന്നോ വലുതെന്നോ മുഖ്യമന്ത്രിയെന്നോ പ്രധാനമന്ത്രിയെന്നോ ഞങ്ങൾ നോക്കില്ല. മുഖ്യമന്ത്രിക്കെതിരെ അതിന് മുഖ്യമന്ത്രി ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. CMDRF ഫണ്ടിൽ കൈയിട്ട് നോക്കിയതാരായിരുന്നു? അത് പിന്നെ തെളിവില്ലല്ലോ. അത് തന്നെ, ആ കാശല്ല ഇവരുടെ പാർട്ടിക്കാർക്ക് തന്നെ പോയല്ലോ. ആര് പറഞ്ഞു? ഞങ്ങളുടെ വിജയന്റെ വീട്ടുകാർക്ക് കടം തീർക്കാനും ഒക്കെ കൊടുത്തായിരുന്നു. ഞങ്ങൾ തന്നെ ഞങ്ങള് ചിട്ടി കമ്പനി തുടങ്ങി. അയ്യോ, ചിട്ടി കമ്പനി തുടങ്ങിയതെല്ലാം നിങ്ങൾ പൊട്ടിക്കുകയല്ലേ? നാട്ടുകാരുടെ കാശും കൈയിട്ട് നക്കുക. 2025 നക്കിത്തരം നിർത്തുവോടെ? പുതുവർഷത്തിലെങ്കിലും നക്കെന്ന് പറയാതിരിക്കേ. നിങ്ങൾ നക്കികളെ പിന്നെ നക്കികളെ നല്ല പിന്നെ എന്തോ നടവിളിക്കണം. ബാക്കിയുള്ളവരൊക്കെ പിന്നെ ഇവിടെ ഇരുന്നപ്പോ നിങ്ങൾ തന്നെ നക്കികളും പെറുക്കികളും. 2025 എവിടൊക്കെയാണോ കൈട്ട് വാരി നക്കാൻ പോകുന്നത്? ഞങ്ങള് നല്ല രീതിയിൽ തന്നെ ഭരണം മുന്നോട്ടുണ്ടോ? ഇലക്ഷൻ ഈ വർഷമല്ലേ? അല്ല, അടുത്ത വർഷം. ഒരു വർഷം കൂടി ഞങ്ങൾക്കുണ്ട്. ഓ മൈ ഗോഡ്, ഈ ഒരു വർഷം അതെ മുടിപ്പിക്കുമെന്നോ? നിങ്ങൾ നല്ല ഭരണം കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. അത് നല്ല ഭരണമായിരുന്നു. അതിനെക്കാട്ടി നല്ല ഭരണം ഇനിയും നിങ്ങൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. അതെ, നിങ്ങൾ ഇനിയും കാണാനും അനുഭവിക്കാനും. അതവിടെ ഇരിക്കട്ടെ. നിങ്ങളുടെ പാർട്ടിയിലെ കൂട്ട തല്ലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിനെ കുറിച്ച് പറ. അത് ശശികണ്ണൻ പറയാണ്, ആയിരങ്ങളുടെ വിയർപ്പ് കൊണ്ട് കെട്ടിപ്പടുത്ത മഹാസ്ഥാപനം പിടിച്ചു പറയും കൊള്ളയും നടത്തി വെള്ള പുതപ്പിച്ച് ആ പണം കൊണ്ട് ഉന്മാദിച്ചവർക്ക് ആഹ്ലാദത്തിന് വക നൽകില്ല പുതുവർഷമെന്ന്. എന്തൊരു ശാപം ഇത്! പാർട്ടിയെ വെള്ള പുതപ്പിച്ച് കിടത്തിയ ആരെയാങ്കോ ഇങ്ങനെ പ്രാഗ്. 1-ാം തീയതി ഈ പ്രാഗ് വേണമായിരുന്നോ ചേട്ടാ? 1-ാം തീയതി പിന്നെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണ്ടാണ്. പറയുന്ന ആരാണ്? പാർട്ടി അണ്ണനെതിരെ നടപടിയെടുത്ത എന്തിനൊക്കെയാണ്? ഫണ്ട് തട്ടിപ്പിനും സ്ത്രീകൾക്കെതിരെ കുൽസിത പ്രവർത്തനം. തെറ്റ് ചെയ്താൽ ഞങ്ങൾ നടപടിയെടുക്കും. അതിനാണോ ഇങ്ങനെ പ്രാകുന്നത്? എന്തായാലും ഈ പ്രാക്ക് നയിക്കില്ല. ശത്രുവിന്റെ ആയുധം വേണ്ട. അവരുടെ അലർച്ചയ്ക്ക് മുമ്പിൽ പോലും ഓടി ഒളിക്കുന്ന പരാക്രമകാരികളുടെ കാലം അവസാനിക്കുമെന്ന്. പരാക്രമികളൊന്നും അങ്ങനെ അവസാനിക്കില്ല. ഒരു വർഷവും ഒരു വർഷം പരാക്രമികളുടെ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകും. പരാക്രമി ആരാ? ഇവിടുത്തെ പരാക്രമി? എനിക്ക് തോന്നുന്നു
അതായത് ഇത്രയും ദിവസം നമ്മുടെ ആലപ്പുഴയിലും കൊല്ലത്തും തിരുവനന്തപുരത്തും ആയിരുന്നു കൂട്ടടി നടന്നത്. ഇപ്പൊ പാലക്കാട് വിഭാഗീയത, പാലക്കാട് പൊട്ടിത്തെറിയാണെന്ന്. പാലക്കാട് CPM-ൽ അങ്ങോട്ടും ഇങ്ങോട്ടും പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാലി വരാൻ ഒരു അവസരം കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അത് പിന്നെ ഒരു കുടുംബം ആകുമ്പോ തട്ടിയും കലോയ ചുട്ടിയും മുട്ടിയിരിക്കും. ചട്ടിയും കലോയ അതെ ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ അതേ ഞങ്ങളുടെ പാർട്ടിക്കുള്ളിലും സംഭവിക്കുന്നുള്ളൂ. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും കേട്ടോ. അത് പിന്നെ ഒരു പ്രസ്ഥാനമാകുമ്പോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ, വഴക്കുണ്ടാകും. പക്ഷെ ആരും എടുത്തോട്ട് പോകുന്നില്ലല്ലോ. വഴക്കും വന്ന് കെട്ടിയെടുത്തോണ്ട് അടുത്ത പാർട്ടിയിലോട്ട് പോകുന്നില്ലല്ലോ. പോകൂല, ഞങ്ങൾ പരിഹരിച്ച് പോകും. അതാണ് ഞങ്ങളുടെ രീതി. അതിനിടയ്ക്ക് 1-ാം തീയതി ഞങ്ങളെ പ്രാകാൻ ഒരാൾ ഇറങ്ങി വന്നേക്കുന്നു. പാർട്ടിക്കാരൻ തന്നെയല്ലേ കൂടെ നിന്ന് കുതികാൽ വെട്ടിയും ചതിച്ചും ഗിയാമ നാൾ വരെ സുഖിക്കാമെന്ന് കരുതുന്നവർക്ക് നഷ്ടത്തിന്റെയും മോഹഭംഗത്തിന്റെയും കാലമായിരിക്കും വരാനിരിക്കുന്നത്. ശശാനെതിരെ നിങ്ങൾ നടപടി എടുക്കരുത്. 2025 പോയി നശിച്ച് ഇത്രയും വലിയ ശാപം ഞങ്ങൾക്ക് കിട്ടിയിരിക്കല്ലേ. ഈ ഉർവശി ശാപത്തിന് ഞങ്ങൾ ഇത്രയും വലിയ കണി കണ്ടിട്ടില്ല. അതെ സത്യം. ഒന്നിന്റെ മുൻപിലും ആത്മാഭിമാനം പരാജയപ്പെടുത്താതിരിക്കണോന്ന്. ഞങ്ങൾ പരാജയപ്പെടുത്തില്ല. പുള്ളി എന്തിനാ അത് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ആരുടെ മുന്നിലും ചെറുതാവാതിരിക്കണോന്ന്. എവിടെയും സ്വന്തം അഭിപ്രായം കയ്യിലുള്ളത് KTDC ചെയർമാൻ സ്ഥാനമാണ്. ബാക്കി എല്ലാ സ്ഥാനമാനങ്ങളും പാർട്ടി അങ്ങ് എടുത്തായിരുന്നു. അപ്പോൾ ഇപ്പാണ് KTDC ചെയർമാൻ കസേരയിൽ ഇരിക്കുന്നത് പിണറായിയുടെ ഒരു ഔദാര്യം കൊണ്ടാണ്. പിണറായി മൂപ്പരെ ഇറക്കി വിടുന്നില്ല. അതുകൊണ്ടാണ് അണ്ണൻ അവിടെ ഇരിക്കുന്നത്. ഉടനെ തന്നെ അതും പോകുന്ന കേൾക്കുന്നത് കേട്ടോ. അന്നാ അണ്ണൻ കുറച്ചുകൂടെ കാര്യങ്ങൾ വിളിച്ചു പറയും. എന്നാലും ശാപത്തിൽ ഒരു ഒതുക്കി വെച്ചത് നന്നായി കേട്ടോ. അതന്നെ മുടിഞ്ഞു പോന്ന് പറഞ്ഞു കഴിഞ്ഞല്ലേ. ഇനി ഇത് കൂടുതൽ എന്തോന്നാണ് ആലങ്കാരികമായ ശാപം. എനിക്കെതിരെ നടപടിയെടുത്ത നീയൊക്കെ മുടിഞ്ഞു പോകൂടാ. ആലങ്കാരികമായ ശാപം കിട്ടിക്കൊണ്ട് നീ ഈ വർഷം തുടങ്ങിയല്ലോ കർത്താവേ. ഞങ്ങള് എന്തിനാ ഇങ്ങനെ ചെയ്യാൻ? ഗോവിന്ദന് BP കൂടി വീണെന്ന് അറിയുന്നത്. BP ഒന്നും കൂടിയിട്ടില്ല. പക്ഷേ ചെയ്യാനാ ഒരു പാർട്ടി സെക്രട്ടറി കസേരയിൽ കയറിയ നാള് മുതൽ മൂട്ടിൽ ചൂടാ. എന്നാലും ഈ ശാപം ഒന്നും ഞങ്ങൾ കേൾക്കില്ല. കാരണം ഞങ്ങൾ തെറ്റിനെതിരെ നടപടി എടുത്തു, അത്രേ ഉള്ളൂ. ഞങ്ങൾ സ്ത്രീ സംരക്ഷകരാണ്. ഞങ്ങൾ ശാപം ഏൽക്കില്ലല്ലോ. എന്താ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞു ശാപങ്ങൾക്ക് വേണ്ടി ശാപം ഏൽക്കാൻ സാധ്യത. ഇതിനുള്ള മറുപടി ഞാൻ 1-ാം തീയതി പറഞ്ഞില്ല. പാണിക്കയ്യൂര് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഈ വർഷവും 3G ഒന്നുമില്ല. ഈ വർഷം ഞങ്ങൾക്ക് നല്ല വർഷമായിരിക്കും. കേരളം നല്ല ഒരു ഭരണത്തിലേക്ക്, അല്ല നല്ല 9 വർഷവും അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ഇത്രയും കാലം കണ്ട ഭരണമില്ലേ, ഈ പുതിയ വർഷത്തിൽ ആകെ ഒരു വർഷമേ ബാക്കിയുള്ളൂ. ആ ഒരു വർഷത്തിൽ ഈ വർഷം നാട്ടുകാരുടെ തെരുവിളി കേൾക്കാതെ എങ്ങനെയും ഒക്കെ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും കേൾപ്പിക്കാതെടാ എന്ന് പിണറായി എല്ലാരോടും പറഞ്ഞിട്ടുണ്ട്. 1-ാം തീയതി ആയിട്ട് എന്നെ കേൾപ്പിക്കല്ലേടാന്ന്. പക്ഷെ 1-ാം തീയതി ആയിട്ട് കേൾപ്പിച്ചു. പക്ഷെ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഒരു വർഷമെങ്കിലും എനിക്ക് കുറച്ച് മനസ്സമാധാനത്തോടെ ആ കസേരയിൽ ഇരിക്കാൻ ഒരു അവസരം താടാ. അതെ, ഒക്കെ കരഞ്ഞോണ്ട് പറഞ്ഞത്. ഈ വർഷം ഞങ്ങൾ നന്നായിട്ട് ഭരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കാണെങ്കിൽ ഭരണം അടുത്ത വർഷം സെലക്ഷൻ എനിക്ക് വിഷമമുണ്ട്. ഞങ്ങൾക്കില്ലാത്ത വിഷമം ഇവിടെ ആർക്കും വേണ്ട കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ വിഷമോ ആശങ്കയൊന്നുമില്ല. ഞങ്ങളെ ജനം കൈവിടില്ല. ജനം ഞങ്ങളെ വീണ്ടും വിജയിപ്പിക്കും. പുറത്തോട്ടിറങ്ങിയാൽ മതി. ജനങ്ങളുടെ സ്നേഹം നിങ്ങൾക്ക് നേരിട്ടറിയാം. ഈ ഒരു വർഷം അംഗരക്ഷകരൊന്നും ഇല്ലാതെ പിണറായിയോടൊന്ന് പുറത്തോട്ടിറങ്ങി നോക്കാൻ പറയും. ഒരു ചുക്ക് സംഭവിക്കില്ല. പുള്ളിക്ക് ആരിവിടെ എന്ത് ചെയ്യാൻ പഠിച്ചു പോരാ കേട്ടോ. പഠിച്ചു കോരി എടുത്തോണ്ട് പോകാൻ കിട്ടോ എന്തോ. മിണ്ടാതിരി അങ്ങനെയൊന്നും പറയാം. ഞങ്ങളുടെ മുഖ്യനെ എന്തായാലും ഞങ്ങൾക്ക് ആശങ്കയും പേടിയും ഒന്നുമില്ല. ഞങ്ങൾ ഈ ഒരു വർഷവും കൂടി ഞങ്ങൾ നന്നായിട്ട് ഭരിച്ച് അടുത്ത ഇലക്ഷന് ഞങ്ങൾ ചങ്ക് വിരിച്ച് ഇലക്ഷൻ നേരിടും. പിന്നെ ചങ്ക് തകർന്നൊരു കിടപ്പായിരിക്കും. അതെ, BJP-ക്കാരും കോൺഗ്രസ്സുകാരും ചങ്ക് തകർന്ന് കിടക്കും. ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ കയറിയിരുന്ന് ഭരിക്കും. ആത്മവിശ്വാസം. അതെ, ഞങ്ങൾ നല്ല കോൺഫിഡൻസ്. ആത്മവിശ്വാസം അതാണ് എനിക്ക് നിങ്ങളിൽ പിടിച്ചത്. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കൂടെ നിന്നിട്ട് പ്രാകരുത് കേട്ടോ. ഈ പ്രാക്കൊന്നും ഞാൻ കേൾക്കില്ല. അതെ അതെ, നല്ലൊരു 1-ാം തീയതി ആയിട്ട് എന്തിനാണ് ഇങ്ങനെ ഞങ്ങളെയൊക്കെ പ്രാകണത്? അല്ല, നിങ്ങൾക്ക് അതിലൊക്കെ വിശ്വാസം ഉണ്ടോ? 1-ാം തീയതി പുതിയ വർഷം. അപ്പൊ ഇത് പിന്നെ ഞങ്ങൾക്ക് ആഘോഷം, ഒരു പുതിയ തുടക്കം. ആരാ പുതിയതായിട്ടൊന്നും ആഗ്രഹിക്കാത്തത്? ഞങ്ങൾക്കുണ്ട് 1-ാം തീയതിയൊക്കെ കേട്ടോ. എന്തായാലും 1-ാം തീയതി തന്നെ പ്രാക്കം കേട്ടോ, വായിരിക്കുന്നത് കേട്ടോ. ഒരവസ്ഥകൾ കൂട്ടടി തുടങ്ങിയിട്ടുണ്ട്. 2025 സ്വാഹ ഇവരെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ നെഞ്ചത്ത് റീത്ത് വെക്കാറായിരുന്നു തോന്നുന്നു. ഒലക്കയുടെ മൂട്. ഒലക്കയുടെ മൂട്.